നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എടവണ്ണപ്പാറയിൽ +1 വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിദ്യാർത്ഥിനിയുടെ മരണത്തിന് കാരണക്കാരനായ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലി പിടിയിലായതോടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത്. സ്കൂളിലെ കൗൺസിലിംഗിലാണ് പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. താൻ ഗുരുവും ദൈവവുമാണെന്നും ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായി സമർപ്പിക്കണമെന്നും കുട്ടികളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് സിദ്ദിഖ് അലി ചെയ്തിരുന്നത്. നെഞ്ചത്ത് കൈവച്ചാലേ ശിഷ്യന്മാരെ അറിയാൻ ഗുരുവിന് കഴിയുകയുള്ളെന്നും ഗുരുവിലൂടെ മാത്രമേ വിജയിക്കാനാവൂ എന്നും ഇയാൾ കുട്ടികളോട് പറഞ്ഞിരുന്നു. കൂടുതലും ചെറിയ കുട്ടികളാണ് കരാട്ടെ ക്ലാസ്സിൽ ചേർന്നിരുന്നത്. റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് സിദ്ദിഖ് അലി ശരീര വളർച്ചയെത്തിയ പെൺകുട്ടികളുടെ ശരീരത്തിൽ കയറിയിരിക്കും. കുട്ടികളെ തലോടുകയും ചുണ്ടുകളിൽ പരസ്യമായി ചുംബനം നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇയാൾ ചെയ്തതെന്നും മരിച്ച കുട്ടിയുടെ സഹോദരിമാർ പറയുന്നു. 3 വർഷത്തോളമായി പരിശീലകൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഇക്കാര്യം തങ്ങൾ വേഗിയാണ് അറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ സഹോദരിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സെപ്റ്റംബർ 15-ന് വീണ്ടും പീഡിപ്പിച്ചതോടെ പെൺകുട്ടി കടുത്ത മാനസിക ബുദ്ധിമുട്ടിലായി. കരാട്ടെ ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളെ കരാട്ടയുടെ പാഠങ്ങൾ എന്ന് വിശ്വസിപ്പിച്ച് പീഡിപ്പിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് മരിച്ച പെൺകുട്ടി. 8ാം ക്ലാസ് മുതൽ കരാട്ടെ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തു വന്നത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിൽ പീഡന വിവരം വെളിപ്പെടുത്തിയതോടെ അധികൃതർ കോഴിക്കോട് ശിശുക്ഷേമ അധികൃതരെ വിവരമറിയിച്ചു. തുടർന്ന് പരാതി വാഴക്കാട് പോലീസിന് കൈമാറി. പെൺകുട്ടി സംസാരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ലാത്തതിനാൽ മൊഴിയെടുക്കൽ മാറ്റിവെക്കുകയായിരുന്നു. ആരോപണ വിധേയനായ കരാട്ട അധ്യാപകൻ 2 പോക്സോ കേസുകളിൽ പ്രതിയാണ്. അതേസമയം പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുമ്പോൾ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അയൽവാസി ജുവേരിയ പറഞ്ഞു. പുഴയിൽ ചാടി 17 വയസ്സുകാരിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെങ്കിൽ മൃതദേഹം പൊങ്ങാനുള്ള സമയമായില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞു. മുട്ടോളം ഉയരത്തിലുള്ള വെള്ളത്തിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ മുകളിലെ വസ്ത്രം ഉണ്ടായിരുന്നില്ല. അതിനാലാണ് മരണത്തിൽ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ സംശയമുള്ളതായെന്നും ജുവേരിയ പറഞ്ഞു. മുങ്ങാനുള്ള വെള്ളമില്ലാത്ത സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നതെന്നും മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും അയൽവാസികൾ പറയുകയുണ്ടായി. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാർ രൂപവൽക്കരിച്ചിട്ടുണ്ട്. സിദ്ദിഖ് അലി നേരത്തെയും പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം രാത്രി 7 മണിയോടെ 100 മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലോടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്.